പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തില് അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളു കാണുന്ന കർത്താവ് നമ്മെ പറ്റി പറയുന്ന വചനഭാഗമാണ് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യം. കർത്താവ് നമ്മളോട് പറയാണ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനായാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഓർക്കുക, നമ്മുടെ ദേശതയും നമ്മുടെ ഈശോയുടെ കമ്മിറ്റ്മെന്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തണുപ്പോ ചൂടോ ഇല്ലാത്ത വ്യക്തിയായി മാറുമെന്ന് പറയാം. ഒരു പരിധി വരെ കറക്റ്റാ. തമ്പുരാൻ ഇത് പറയുമ്പോൾ തമ്പുരാനും മനസ്സെന്താണെന്ന് അറിയാമോ? പത്രോസിനെയും സഹോദരനെയും വിളിച്ചപ്പോൾ ഭയങ്കര ദേഷ്യമായിട്ട് വിളിച്ച ഉടനെ തന്നെ വലയും വള്ളവും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരുണ്ട്. ആ ഒരു തീഷ്ണത എല്ലാം നഷ്ടപ്പെട്ടു. ചൂടുമില്ല തണുപ്പുമില്ലാത്ത അവസ്ഥയായി. എങ്കിലും പ്രിയമുള്ളവരെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആദ്യകാല വിശുദ്ധിയും ആദ്യകാലത്തെ ഇന്നലകളുടെ ആ ഒരു കൃപയും നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഒരു മന്ദതയിൽ നമ്മൾ മുന്നേറുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നൊരു കർത്താവിന് പറയാം, കർത്താവ് ജീവിതത്തിൻ്റെ പരിവരത്തെ അവസ്ഥയാണെന്ന്, പച്ചയാകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. എനിക്ക് പല നിരാശകളും ദുഃഖവും കുറ്റബോധമൊക്കെ വന്നു, അതുകൊണ്ട് എൻ്റെ തീക്ഷ്ണം നഷ്ടപ്പെട്ടുവെങ്കിൽ ഇതാ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത പെട്ടകത്തിലേക്ക് നീ സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. കർത്താവ് ഇടപെടും, കർത്താവ് അനുഗ്രഹിക്കും. മറക്കരുതേ, തണുപ്പോ ചൂടോ ഇല്ലാത്ത വ്യക്തിയായി മാറരുതേ. മറിച്ച് ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ഈശോയ്ക്ക് ജീവിക്കുന്ന ഒരു മകനും മകളുമായി നമുക്ക് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അച്ഛൻ ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ചൂടോടുകൂടി തീക്ഷണമായിട്ട് ആത്മാവ് നിറഞ്ഞ് ജീവിക്കുവാൻ പ്രവർത്തിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.